ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഗിഫ്റ്റായിട്ട് ടി വികൾ, സോണി ടി വി അതുപോലുള്ള കൂടിയ ടി വികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. 1,00,000 രൂപ 1,50,000 രൂപ റേഞ്ചിലൊക്കെ ഉള്ള ടി വി ഓരോരുത്തർക്ക് നിങ്ങളുടെ ബന്ധുക്കാരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാം? നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടി, നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എന്നുള്ള രീതി കൺസെപ്റ്റിലാണ് അവരിത് കരുതുന്നത്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടോ അതിൻ്റെ ഒന്നും വിലയൊന്നും അവർക്കറിയത്തില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരുപാട് സോണിയുടെ ടി വി സർവീസിന് വന്നിട്ടുണ്ടായിരുന്നു റിപ്പയറിങ്ങിന്. അപ്പോൾ കംപ്ലൈൻ്റ് ആയി മദർ ബോർഡ് കംപ്ലൈൻ്റ് ആകുന്ന കംപ്ലൈൻറ്റാണ് കൂടുതലും വരുന്നത്. അപ്പം അതിൻ്റെ ഒരു 1,50,000 രൂപ റേഞ്ചിലുള്ള ടി വിയുടെ മദർ ബോർഡ് ഒറിജിനൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 30,000 രൂപയെങ്കിലും അതിൻ്റെ ആൻഡ്രോയിഡിൻ്റെ ബോർഡിനൊക്കെ റേഞ്ച് വില വരും. അപ്പം അത് റെഡിയാക്കാൻ ആ റേറ്റ് പലരും പറഞ്ഞിട്ട് അത് അവർക്ക് എങ്ങനെയും പടം കണ്ടാൽ മതി, ആൻഡ്രോയിഡ് ഒന്നും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു 10-12 രൂപയ്ക്ക് വരെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുപോലും അല്ലാതെ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞ ആൾക്കാർ ചിലർ കൊണ്ടുവരും. അപ്പോൾ ഇത്രയും വിലയാവോ? ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഫ്രീ ആയിട്ടാണോ നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ മേടിച്ചുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ വില ഇല്ലാതാക്കുന്നത് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ കൊടുത്തില്ല. നിങ്ങൾ കൊണ്ടു കൊടുക്കാൻ നിങ്ങൾ മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കും, കഴിക്കാനുള്ള സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കും. അല്ലാതെ ഇങ്ങനെ ഇത്രയും കൂടിയ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്ത് ഫ്രീ ആയിട്ട് മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് അധ്വാനിച്ചാണെങ്കിൽ 1,00,000 രൂപ ഒന്നും ഇല്ലാതെ അവർ കളയത്തില്ലായിരുന്നു. അവരെങ്ങനെയെങ്കിലും ആ 30,000 രൂപയുടെ ഒറിജിനൽ ബോർഡ് ഇട്ട് അവർ റെഡിയാക്കിച്ചാൽ. അപ്പോൾ അത് മനസ്സിലാക്കാം. നിങ്ങൾ നിങ്ങളുടെ വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സാധനം കൊണ്ട് കൊടുത്തിട്ട്.